നമസ്കാര സമുദ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗണേശ പഞ്ചരത്നത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകവും മൂന്നാമത്തെ ശ്ലോകവും ഇന്ന് പഠിക്കാൻ പോവാണ്. ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റൊക്കെ ഇട്ടാൽ മതി. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു ബുക്കിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളിൽ പോകുമ്പോൾ അറിയാൻ പറ്റും, ഇവിടെ ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു നോട്ട് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മറ്റ് സഹസ്രനാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നോട്ടുകൾ തയ്യാറാക്കില്ലേ, അപ്പോൾ അതേപോലെ ഇതിനും നല്ലൊരു നോട്ട് തയ്യാറാക്കി വെക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. നതേതരാതി 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 ഭീകരം. ഭീകരം, ഭീകരമല്ല, ഭീകരം. ദെൻ നവോദിതാർക്ക ഭാസുരം. നവോദിതാർക്ക ഭാസുരം. നതേതരാതി ഭീകരം നവോദിതാർക്ക ഭാസുരം. നമത്സുരാരി നിർജരം. നമത്സുരാരി നിർജരം. നതാധികാപദുദ്ധരം. നതാധികാപദുദ്ധരം. നമുക്ക് ആ ഒരു ഭാഗം ഒന്നുകൂടെ നോക്കാം. നതേതരാതി ഭീകരം നവോദിതാർക്ക ഭാസുരം. നമത്സുരാരി നിർജരം. നതാധികാപദുദ്ധരം. സുരേശ്വരം, നിധീശ്വരം, ഗജേശ്വരം, ഗണേശ്വരം, മഹേശ്വരം, സമാശ്രയേ പരാത്പരം നിരന്തരം. നമുക്ക് ഫുള്ള് നോക്കാം. നതേതരാതി ഭീകരം നവോദിതാർക്ക ഭാസുരം. നമത്സുരാരി നിർജരം. നതാധികാപദുദ്ധരം. സുരേശ്വരം, നിധീശ്വരം, ഗജേശ്വരം, ഗണേശ്വരം, മഹേശ്വരം, സമാശ്രയേ പരാത്പരം നിരന്തരം. ഓക്കെ, ഇവിടെ എന്താണ് മീനിങ്? നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാണ്ട് വളരെ എളുപ്പത്തിൽ പറയാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈശ്വര ശക്തിയെ ആശ്രയിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കരനായിട്ടുള്ളവനും ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്നവൻ അല്ലെങ്കിൽ തിളങ്ങുന്നവനും ദേവാസുരന്മാരാൽ പോലും പൂജിക്കപ്പെടുന്നുണ്ട്. ദേവന്മാർ മാത്രമാണോ? അല്ല, അസുരന്മാരും ഉണ്ടല്ലേ. ദേവാസുരന്മാരാൽ എല്ലാം പൂജിക്കപ്പെടുന്നവനും ഭക്തന്മാരെ ആപത്തുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നവനും. തൻ്റെ ഭക്തൻ ഒരാപത്തിലേക്ക് പോവുകയാണെങ്കിൽ അവനെ ആ ആപത്തിലേക്ക് തള്ളിവിടാണ്ട് അവിടെ നിന്നും അവനെ കൈപിടിച്ച് കയറ്റാൻ സദാ നിരന്തരനായിരിക്കുന്നവൻ അല്ലേ, അതാണ് ഭക്തന്മാരെ ആപത്തുകളിൽ നിന്നും ഉദ്ധരിക്കുന്നവനും ദേവനായകനും നിധികൾക്കധിപനും, എല്ലാ നിധികളുടെയും അധിപനും, ഗജസമാനമായ പ്രചണ്ഡ ശക്തികളുടെ അധിനായകനും, എല്ലാ ഗണങ്ങളുടെയും നായകനും, പരമോത്കൃഷ്ടനും ആയിട്ട് കൂടിയിരിക്കുന്ന, എല്ലാം തികഞ്ഞവനായിട്ട് കൂടിയിരിക്കുന്ന ആ ഗണേശ്വരനെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു, സമാശ്രയിക്കുന്നു അല്ലേ. ചിലയിടത്ത് തമാശ്രയം എന്ന് കാണാം, എൻ്റെ ബുക്കിലൊക്കെ സമാശ്രയം എന്നാണ്. വലിയ മറ്റേ മീനിങ്ങിൽ വലിയ വ്യത്യാസമൊന്നും വരണമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഗണപതിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. ഈശ്വര ശക്തിയെ എതിർക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും അസുരന്മാരെ സംബന്ധിച്ചും അജ്ഞാനികളെ സംബന്ധിച്ചും അദ്ദേഹം ഭയങ്കരനായിട്ട് തോന്നും. എന്നാലും അദ്ദേഹത്തിന് സൂര്യകോടി സമപ്രഭയാണുള്ളത്.
ദേവന്മാരും അസുരന്മാരും എല്ലാം അദ്ദേഹത്തെ വന്ദിക്കുന്നുണ്ട്. എല്ലാ ആപത്തുകളിൽ നിന്നും അദ്ദേഹം നമ്മളെ രക്ഷിക്കുന്നുണ്ട്. സമസ്ത നിധികളുടെ അധിപൻ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ സമസ്ത നിധികളുടെ അധിപനായിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യത്തെ കൊണ്ടുതരുവാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണല്ലേ. അപ്പോൾ ഇപ്രകാരം മഹാശക്തി വൈഭവത്തോടു കൂടിയിരിക്കുന്ന ഗണപതി ഭഗവാനെ ഞാൻ എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം കേട്ടോ. 3 സ്ക്രീനിലേക്ക് നോക്കിയോളൂ. സമസ്തലോകശങ്കരം സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം നിരസ്തദൈത്യകുഞ്ചരം ദരേതരോദരം വരം ദരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം വരേഭവക്ത്രം അക്ഷരം. അതൊന്നിച്ച് വരുമ്പോൾ വരേഭവക്ത്രമക്ഷരം. ഒന്നുകൂടെ ചൊല്ലാം. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ദരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. ഓക്കെ, ഒന്നുകൂടെ ചൊല്ലാം. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ദരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് എന്താ? അതായത് സമസ്ത ലോകത്തിനും സുഖം നൽകുന്നവനായിരിക്കുന്നവനും ഭയാനകമായിട്ടുള്ള ആസുര ശക്തികളെ നശിപ്പിക്കുന്നവനും വലിയ വയറുള്ളവനും. അറിയാലേ നമുക്ക് ഭഗവാന്റെ വലിയ വയറാണല്ലേ. വലിയ വയറാണ് ഭഗവാന്. അപ്പം വലിയ വയറുള്ളവനും ശ്രേഷ്ഠനും ഗജമുഖനും അനശ്വരനും കൃപാനിധിയും ക്ഷമാശീലനും സന്തോഷം യശസ് സന്മനസ് ഇവയെ പ്രദാനം ചെയ്യുന്നവനും ഭക്തന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും തേജസ്വിയുമായ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. അല്ലേ, അനശ്വര കൃപാനിധിയും ക്ഷമാശീലമുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ വിഘ്നേശ്വരനെ ഏതൊരാളാണോ ആശ്രയിക്കുന്നത് അവരുടെ എല്ലാ വിഘ്നങ്ങളും തീർത്തിട്ട് അവരിലെല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കാൻ ഗജമുഖന് വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും. നമ്മൾ എന്തെന്ത് തെറ്റുകളാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം പുറത്ത് നമ്മൾക്ക് മേൽ കാരുണ്യം ചൊരിയുവാൻ വേണ്ടിയിട്ട് ഗജമുഖനാകുന്ന സാക്ഷാൽ ഉണ്ണി ഗണപതി തമ്പുരാന് സാധിക്കുന്നതാണെന്ന് സാരം. അപ്പോൾ എല്ലാവരും മീനിങ് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ശ്ലോകങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ റിക്വസ്റ്റായി ഏറ്റെടുത്തുകൊണ്ട് പ്രഭാതത്തിൽ ഗണപതി ഭഗവാനെ ധ്യാനിച്ച ശേഷം പഞ്ചരത്നം സ്തുതിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കട്ടെ. വിഘ്നേശ്വരൻ തൻ്റെ തുമ്പി കൊണ്ട് വിഘ്നങ്ങളെയെല്ലാം മാറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം മംഗളമായിരിക്കും വന്നു ചേരുന്നത്. അതുകൊണ്ട് ഗജാസുരനെ നിഗ്രഹിച്ച മൂഷികവാഹനനാകുന്ന ശ്രീ വല്ലഭേശ്വരൻ ശ്രീ വിദ്യാവല്ലഭ ഗണപതി എല്ലാവർക്കും സകല മംഗളങ്ങളും തരട്ടെ.